കാസർഗോഡ് ബേക്കൽ കോട്ട ഉൾപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങളിലെ ശുചീകരണ തൊഴിലാളികളുടെ ദുരവസ്ഥ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്നതായിരുന്നു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത്. ഈ താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നു എന്നതാണ്. അങ്ങനെ 2 മാസത്തെ ശമ്പളം ഈ വാർത്ത ന്യൂസ് 18 പുറത്തു വന്നതിനെ തുടർന്ന് അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. 5 മാസമായി ശമ്പളം മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടത്. എന്തായാലും ആ 5 മാസത്തെ ശമ്പളത്തിൽ 2 മാസത്തെ ശമ്പളം ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് അധികൃതരുടെ നടപടി. ന്യൂസ് 18 ഇമ്പാക്ട് റിപ്പോർട്ടിലേക്കാണ് ഇനി. 2016 ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീകളിൽ നിന്ന് ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചത്. ഇത്തരത്തിൽ നിയോഗിക്കപ്പെട്ട 21 വനിതാ ജീവനക്കാർക്കായിരുന്നു 5 മാസമായി ശമ്പളം മുടങ്ങിയത്. കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന ഇവർക്ക് 5 മാസമായി ശമ്പള കുടിശ്ശിക കൂടി വന്നതോടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് ന്യൂസ് 18 വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ ടൂറിസം വകുപ്പ് അടിയന്തരമായി 2 മാസത്തെ ശമ്പളം ഇവർക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ അനുവദിച്ചത്. കുടിശ്ശികയായ ബാക്കി തുക ഓണത്തിനു മുൻപ് വിതരണം ചെയ്യുമെന്ന് DTPC അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രാദേശികമായ തൊഴിൽ പരിഗണനകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ജീവനക്കാരെ ശുചീകരണ ജോലിക്ക് നിയമിച്ചത്. ജില്ലയിലെ ബേക്കൽ കോട്ടയുടെ പരിസര പ്രദേശങ്ങൾ, പള്ളിക്കര ബീച്ച്, ചന്ദ്രഗിരി കോട്ട തുടങ്ങി വിവിധ ഇടങ്ങളിലാണ് ഇവരുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ. അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും ശേഖരിച്ച് പ്രദേശം ശുചീകരിക്കുക എന്നതാണ് ഇവരുടെ ജോലി. 20 വർഷമായിട്ടും തങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ കൂലിത്തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ശുചീകരണ തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.